Hi friends, welcome back to our channel Salt and Pepper. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ഐക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ആ ഓപ്ഷൻസിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇതുപോലുള്ള ഫെൽറ്റ് മെറ്റീരിയൽസും കൊണ്ട് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാനാണ്. അത് നമുക്ക് കുട്ടികളുടെ തലയിൽ ഹെയർ ബാൻഡേലും ഒക്കെ വെക്കാം. നിങ്ങൾക്ക് ഡെക്കറേറ്റീവ് പർപ്പസിന് ഉപയോഗിക്കാം. എന്ത് പർപ്പസിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഇത് കണ്ടോണം കേട്ടോ. ഇത് വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല, ചീപ്പറായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ ഫെൽറ്റ് പേപ്പർ എടുക്കുക, അതിലേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇതാ ഇങ്ങനെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇത് വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും ആ മെഷർമെൻറ്റ് തെറ്റിപ്പോകത്തില്ലല്ലോ. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു പീസ് നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്ക് വീണ്ടും ആ 1.5 തന്നെ നമുക്കെന്ന് വെച്ചാൽ നല്ലൊരു സ്ക്വയറാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. പീസ് നമുക്ക് കിട്ടും. ഇതുപോലത്തെ നമുക്കൊരു 15 പീസ് മുറിച്ചെടുക്കാം. ഒരു പീസ് എടുത്തതിന് ശേഷം ഇതിനെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുക. അതിൻ്റെ അറ്റം നമുക്കൊരു എതളിൻ്റെ രീതിയിലേക്ക് നമ്മൾ ആക്കിയെടുക്കാൻ പോകണം. ചെറുതായിട്ട്, വലിയ ഭംഗിയും കാര്യങ്ങളോ പെർഫെക്ഷനോ ഒന്നും നിങ്ങൾ നോക്കണ്ട. കണ്ടോ, ഇതുപോലെ നിങ്ങൾ ഒന്ന് മുറിച്ചെടുക്കുക. അറ്റം മാത്രം നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. കണ്ടോ, അതുപോലെ നിങ്ങളെടുത്ത ഈ പീസസിൻ്റെ മുഴുവൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇപ്പോൾ വലിയ ഭംഗിയൊന്നും നോക്കാൻ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയതും ഒരു കുഴപ്പമില്ല. കണ്ടോ, ഇതുപോലത്തെ പീസസ് നമുക്ക് മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ അറ്റം വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഷാർപ്പ് എൻഡം കളയാം. അപ്പോൾ ഇതുപോലത്തെ എല്ലാ പീസുകളും നമുക്ക് ഇതുപോലെ ചെയ്തെടുത്തിട്ട് വരാം. ഓക്കെ, എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത് കാണിച്ചു തരാം. സാധാരണ ഒരു സൂചിയും നൂലും, നല്ല സ്ട്രോങ് ആയിട്ടുള്ള നൂലും ഒരു സാധാരണ സൂചി എടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചില്ലേ ഒരു ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കാൻ പോവാം. സിമ്പിളായിട്ട് കണ്ടോ, ഇതുപോലെ നമ്മൾ തയ്ച്ചെടുക്കണം. ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നുള്ളൂ. ഒരു കൊച്ചു കുഞ്ഞിന് പോലും ഇത് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുന്നു. വലിയ പ്രശ്നങ്ങളുള്ള കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്. സിമ്പിളായിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കാം നമുക്ക്. ഇത് മുഴുവൻ ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ വെക്കാം. ഈസി അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമ്മൾ എല്ലാവരെയും കോർത്ത് കഴിഞ്ഞു കേട്ടോ. ഇതാണ്ട് ഇച്ചിരി എണ്ണം കൂടിയാലും കുഴപ്പമില്ല. ഒരു 3-4 ഫ്ലവേഴ്സൂടെ പെറ്റൽസൂടെ കൂടിയാലൊന്നും കുഴപ്പമില്ല. നിങ്ങളാണ് ഒരു 15 അല്ലെങ്കിൽ 20 പെറ്റൽസ് എടുത്തോ, നോ പ്രോബ്ലം കേട്ടോ. ഇതുപോലെ എന്നിട്ട് കോർത്തെടുക്കാം മാല പോലെ. എന്നിട്ട് നമ്മളിതിനെ ഫിക്സ് ചെയ്യാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഗ്ലൂ ഗൺ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സൂപ്പർ ഗ്ലൂ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇത് കണ്ടല്ലോ, ഇതെങ്ങനെ ഇനി ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ സംഭവം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. കണ്ടോ, ഇനി നിങ്ങൾക്ക് അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവസാനം ഒരു മുത്ത് പിടിപ്പിച്ചാലും മതി. ഇങ്ങനത്തെ ഒരു സാധനം എടുത്തിട്ട് കണ്ടോ, ഈ പൂവിൻ്റെ ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ ചുറ്റിക്കെടുക്കുക ഒരു പെറ്റൽ പോലെ. എന്നിട്ട് അടുത്ത പെറ്റൽ വന്നു നമ്മൾ ഇവരെ ഇങ്ങനെ ചുറ്റി കൊടുത്തോണ്ടേയിരിക്കുക. ഓക്കെ, അടുത്ത പെറ്റൽ വന്നു കഴിഞ്ഞു.
വലിയ പെർഫെക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതാ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് വേണം ഇതാ ഹാപ്പിയാണ്. അവർക്ക് എല്ലാവർക്കും നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറായി തീരാൻ പറ്റിയതിൽ അവർക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ മനോഹരമായ നമ്മുടെ ഈ ഫ്ലവർ മുഴുവൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ലുക്ക് നോക്കിയാൽ നല്ല ഭംഗിയില്ല കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കളറും അതിൻ്റെ അകത്ത് വെച്ചേക്കുന്ന ആ സിൽവർ ബീഡ്സും എല്ലാം കൂടെ വന്നപ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. എത്ര ഈസിയാന്ന് നോക്കിയേ, ക്യുക്ക് ആൻഡ് ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നൊരു ഫ്ലവറാണിത്, ഫെൽറ്റ് കൊണ്ടുള്ളത്. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉടുപ്പെ തുന്നി വെക്കണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഹെയർ ആക്സസറീസ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലെല്ലാം ഇതിനെ ഓരോരോ ആക്സസറീസ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി തന്നെ കരുതട്ടെ. നമുക്ക് ഉടനെ തന്നെ നല്ല ഒരു സബ്ജക്റ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താം. അതുവരേക്കും താങ്ക് യു, ബൈ.